ഇന്ന് നമ്മൾ ചെയ്യലുള്ളത് മോർണിംഗ് വ്ളോഗല്ലേ. ഇന്നും നമുക്ക് വെറൈറ്റി ആയിട്ട് ഈവനിങ് വ്ളോഗ് ആക്കാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ അടുക്കള ഭാഗത്ത് കരഞ്ഞിട്ടുണ്ട്. നമ്മളെ തിരുമണ കല്ലും പൈപ്പും ഉണ്ട്. അത് ആ ബാക്കിൽ ആകെ കാടായിട്ട് കിടക്കണം. അത് നമ്മളെ പറമ്പല്ല, അപ്പുറത്താകത്തോ പറമ്പാണ്. 2 ദിവസമായിട്ട് സൂര്യനെ കണ്ടിട്ടില്ലായിരുന്നു. ഈ ഒരു ടൈമായ ഭയങ്കര ഇരുട്ടായിരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള വാഴയാണ്, കുറച്ചപ്പുറത്ത് വേറെയുണ്ട്. ഈ ഉറുമ്പുകളെ കൊണ്ടുള്ള ശല്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. എവിടെ നോക്കുക, സ്വിച്ച് ബോർഡ് നോക്കണം അതിൽ ഉറുമ്പ്. ഇതിപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബാത്റൂമാണ്, അതിലൊരു ഡ്രസ്സ് കൂടെ ഇടാൻ വയ്യ, അവിടെ എറുമ്പ്, ആകെ എറുമ്പായിട്ട് നിൽക്കുകയാണ്. അപ്പം ഉമ്മ എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് വരുത്തുകയാണ്. മോൾക്കാണെങ്കിൽ ആകെ പനിയൊക്കെ പിടിച്ചിട്ട് ഭയങ്കര ക്ഷീണവും കാര്യങ്ങളും, മുഖത്തൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ആളൊന്ന് വെയിലൊക്കെ ഒന്ന് കൊള്ളാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. ഗേറ്റുമ്മ പോയി നോക്കിയപ്പം ഗേറ്റുമ്മലുണ്ട്. ഇത് ഈ സോളാറിൻ്റെ ഒരു ലൈറ്റ് കത്തുന്നതാട്ടോ. അത് രാത്രി ടൈം ആയാലും ലൈറ്റ് ഉണ്ടാവുക. അപ്പോൾ 2 ദിവസമായിട്ട് ലൈറ്റൊന്നും കാണാനില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കിയപ്പം അതിൻ്റെ ഉള്ളിൽ എറുമ്പില്ലാത്തൊരു പരിപാടിയില്ല. ഇന്നിക്കാണ്ടി മുന്നേ വേറൊരു കൈയൊക്കെ അവിടെ കുളത്തുന്നുണ്ട് ചെടിമിലൊക്കെ. ഞാൻ കണ്ട പാടായിട്ട് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ റോസൊക്കെ തൊട്ടുണ്ട് ആകെ കൈമിലൊക്കെ മുറിയാവും. ഇതൊക്കെ ആകെ കച്ചറാക്കി എടുക്കണേ. എന്തൊക്കെ ചെടികളിലൊന്നും പിടിക്കണില്ല, ഭയങ്കര അസുഖങ്ങളൊക്കെ ചെടികൾക്ക് വരാൻ. നമ്മൾ മനുഷ്യന്മാർക്ക് ഉണ്ടാവുന്ന പോലെ തന്നെ ചെടികൾക്ക് ഭയങ്കരമായിട്ട് അസുഖങ്ങളുണ്ട്. തെച്ചികളൊക്കെ ആകെ പോയിട്ടുണ്ട്. അപ്പം അമ്മ പറയുകയാണ് അതൊക്കെ റെഡിയായി വരണുള്ളൂ. നമ്മൾ എത്ര നോക്കിയിട്ടും കാര്യമില്ല, എത്ര വളം കൊടുത്തിട്ടൊന്നും മാറ്റം വരണില്ല. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള റോസാണ്, കുറേ ദിവസമായിട്ട് ഉണ്ടായിട്ടില്ലായിരുന്നു പൂക്കളൊന്നും. ഇപ്പോൾ പൂവൊക്കെ ഇട്ട് റെഡിയായിട്ട് വരണുള്ളൂ. ഈ വെള്ളീച്ചൻ്റെ ശല്യം കൊണ്ട് എല്ലാം നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ സൈഡും കംപ്ലൈൻ്റ് ആയി പോകണം. ഇതിലൊക്കെ നല്ല ആ വെള്ള കളറിന് പറഞ്ഞത് എന്തൊക്കെ ചെയ്തിട്ട് അതിനൊരു മാറ്റമില്ല. എന്തായാലും പുറത്തൊക്കെ ഇറങ്ങിയല്ലേ, മതിലുമ്മലൊക്കെ ഉള്ള കച്ചറകളൊക്കെ കളയുന്നുണ്ട്, മുഴുവനൊന്നും കളഞ്ഞിട്ടില്ല. നമ്മൾ ചെടികളൊക്കെ കെയർ ചെയ്യണത് ഭയങ്കര നല്ല രീതിക്കാണ്. പക്ഷെ ഉമ്മക്ക് ഫിസിക്കലി വയ്യാത്തതുകൊണ്ട് തന്നെ അതിനായിട്ടൊന്നും ഇറങ്ങാനും വയ്ക്കലില്ല. ഒന്ന് പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ആൾക്ക് അസുഖം വരും, എന്നാലും ആൾ ചെയ്യലുണ്ട്. ഇതിൻ്റെ ഉപ്പ ഓർഡർ ചെയ്തതാണ്. ഓൺലൈനിൽ ഇങ്ങനെ പരസ്യം ആഡ്സൊക്കെ കണ്ടിട്ട്, ഫേസ്ബുക്കിൽ നിന്ന് കണ്ടിട്ട് ഓർഡർ ചെയ്ത പറ്റിപ്പ് സാധനമാണ്. വെറുതെ നമ്മൾ ഉപയോഗിക്കാൻ തന്നെ പറ്റണില്ല. അത് കണ്ടില്ല, അതിൽ തന്നെ നോക്കി ഒരു പുല്ലും കൂടെ പറ്റണില്ല. വെറുതെ എത്രയോ അധികം പൈസ കൊടുത്തിട്ട് വാങ്ങിച്ചതാണ്. അതിൻ്റെ ആ കമ്പൊക്കെ വരെ ഏതോ ഒരു നമ്മളെ മഫിൻ്റെ ഒക്കെ എടുത്ത് സെറ്റ് ചെയ്തതാണ്. അതൊന്നുമില്ല ഇതിൻ്റെ കൂടെ. വെറുതെ ആൾക്കാരെ പറ്റിക്കാൻ ഓരോ ആൾക്കാർ ഓരോന്നും ചെയ്യുന്നു. അങ്ങനെ കുറേയൊക്കെ കച്ചറകളൊക്കെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ. ഇന്ന് ഇത്രേ ഉള്ളൂ.